ഇന്നും നമ്മളൊരു സ്റ്റാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കറിയുന്ന ഒരു ചേച്ചി നമ്മളോടൊരു സ്റ്റാർ ഉണ്ടാക്കി തരുമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചെന്ന പേപ്പറാണിത്. പക്ഷേ പേപ്പർ വാങ്ങിച്ചപ്പോൾ ഒത്തിരി പണി വാളിപ്പോയി. പേപ്പറിന് കുറച്ചധികം കട്ടി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്ന് സെറ്റായി കിട്ടുമെന്നൊരു ഡൗട്ടായിരുന്നു കേട്ടോ. എന്നാൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആദ്യം തന്നെ ഇതേപോലെ ഒരു പേപ്പർ, അതായത് ഒരേ സൈസുള്ള 18 പേപ്പറാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അതിതാ സെൻറ്റർ പാർട്ടീഷനിൽ മടക്കുമ്പോൾ നമുക്കതൊരു പാർട്ട് കിട്ടും. അതിനകത്തോട്ടേക്ക് 2 സൈഡും ചേർത്ത് മടക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം മടക്കിയ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത് മടക്കിയത് ഈ ഗ്ലൂവിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാ പേപ്പറും ഒന്നൊട്ടിച്ചെടുക്കാം കേട്ടോ. ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിന് മുകളിൽ ഒന്നെന്നുള്ള രീതിയിൽ ഓരോ കളർ പേപ്പറും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ 6 പേപ്പറുകളാണ് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്.
അങ്ങനെ 6 എണ്ണം വീതമുള്ള 3 സെറ്റ് കളർ പേപ്പറായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ സെറ്റ് കളർ പേപ്പറിൽ നമുക്കിഷ്ടമുള്ള പോലെ ഒരു ഡിസൈൻ വരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി വരച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടത് കാണിക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചെടുക്കണമെന്നുള്ളൂ കേട്ടോ. ഞാൻ വരച്ചേക്കണ ഇപ്പോൾ ഇതേപോലെയാണ്. ഇതേപോലെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം കേട്ടോ. അത് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അതിന് ഒട്ടും കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു കുറച്ചുകൂടെ. പക്ഷെ ഒട്ടിക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിച്ച ഫൈനൽ ലുക്കിലോട്ട് കിട്ടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി കട്ടിയുള്ള ചാർട്ട് പേപ്പറോ അങ്ങനെയുള്ള പേപ്പറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല കട്ടിക്കിരുന്നാണ്, നല്ല ഭംഗിയിലിരുന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് നോട്ടീസുകൾ വെച്ചിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അത് നമ്മൾ 2 സൈഡിലും ഡിസൈൻ വരുന്ന തരത്തിലാണ് കേട്ടോ ചെയ്തത്. അതെനിക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടി ഇഷ്ടമായേ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ ഇതിൻ്റെ അവസാനം ഞാൻ അതിൻ്റെ കൂടെ ഒരു പിക്ക് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ ഈ 3 നമ്മൾ ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ആ ഡിസൈനിൽ കൂടെ തന്നെ. ഇത് നമുക്ക് ഈ 3 കൂടി ഗ്ലൂ വെച്ച് അറ്റാച്ച് ചെയ്യാം. ഇതാ ഇതേപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ ഓരോ പേപ്പറും ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഒരു നൂല് കൂടി ഇട്ട് കൊടുക്കണമെന്ന് കേട്ടോ. ഞാനതിനകത്ത് സ്കിപ്പ് ചെയ്യണേ, കാരണം ഇത് ഒരാൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, എന്നാലേ
കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ത്രെഡ് കെട്ടാത്തതുകൊണ്ടാണ് കേട്ടോ കൈ കൊണ്ട് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ത്രെഡ് കെട്ടിയെങ്കിൽ നമുക്ക് 2 സൈഡും ടൈ ചെയ്താൽ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടും കുറച്ചുകൂടി ഭംഗിയിൽ നമുക്ക് കുറച്ചുകൂടി നല്ല കട്ടിയുള്ള പേപ്പറാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിക്ക് ഇരുന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് നോട്ടീസ് വെച്ചും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് കാണിച്ചു തരാവേ. അത് കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അത് ഞാൻ 2 സൈഡ് അറ്റാച്ച് ചെയ്തേക്കാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ പോലെ ചെയ്തിട്ട് 2 സൈഡും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഡിസൈൻ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലായിട്ട് ഇഷ്ടമായത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കണ്ടിട്ട് വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.